ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിലെ ഹാർഡ് കോറാണ് ഗൈസ്. ഹാർഡ് കോർ സീരീസാണ്, പുതിയൊരു ഹാർഡ് കോർ സീരീസാണ് ഗൈസ് നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ വേൾഡിൻ്റെ പേര് സോറി ഗൈസ്, വെൽക്കം ടു വേണ്ട Evans Gaming World. Welcome to Evans Gaming World. Guys, let's create guys. No guys, don't show me again. Yeah guys, പുതിയൊരു ഹാർഡ് കോർ വേൾഡ് തന്നെ ഇങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മളിതിൽ ഡെഡായാൽ പിന്നെ അറിയാലോ ഗൈസ് നിങ്ങൾക്ക്, പിന്നെ ഒരു കിളർ റീസ്പോൺ ആകില്ല ഗൈസ്. നമ്മൾ ചത്താ പിന്നെ പോയി ഗൈസ്, നമ്മൾ പിന്നെ സ്വർഗത്തിലെത്തി. അപ്പോൾ ഗൈസ് നമുക്ക് തുടങ്ങാം ഗൈസ്. ലോഡിങ് മാപ്പ്, ലോഡിങ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് എത്തിപ്പെട്ട സ്ഥലം കണ്ട ഗൈസ്, ഇത് നോക്കിയ ഗൈസ്, മഞ്ഞ് മാത്രമുള്ള ഗൈസ്, ഇവിടെ മഞ്ഞ് മാത്രമേ ഉള്ളൂ ഗൈസ്. എന്ത് ചെയ്യും, ഇഷ്ടമാണ് ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും അതെ ഗൈസ്, അവിടെ ഒരു മരം. ഗൈസ് മഞ്ഞിലെ ഭയമാകുമ്പോൾ കഴിഞ്ഞു, ഞാൻ പേടിച്ചില്ലാണ്ടായി പോയി. മഞ്ഞിൻ്റെ ഭയം ഗൈസ് ഇപ്പം കഴിയും. കാര്യം ഞങ്ങൾ പച്ച വെള്ള അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ ഈ വേൾഡിൽ ആദ്യത്തെ ഒരു ബ്ലോക്ക് മൈൻഡ് ചെയ്തെടുക്കാണ്ട് അവിടെ ഒരു ആടിനൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ അതിനെ പോയിട്ടൊന്ന് കറി വെച്ച് തിന്നണം ഗൈസ്. ഒരാട് അതേ നിൽക്കുന്നു പിന്നെ ഗൈസ് മറ്റേ നമ്മുടെ അടുത്തന്നെ വരും നിങ്ങൾ. അതായത് എനിക്ക് ഒരു വൂള് കിട്ടി. മൈൻഡ് ചെയ്ത മറ്റേ ഗൈസ് ഫുഡ് മുട്ടില്ലേ, മോനെ ചിലപ്പോൾ അടുത്ത പുതിയൊരു വേൾഡ് ഗൈസ് നമ്മൾ മൾട്ടിപ്ലെയർ ആയിട്ട് വരും. പിന്നെ നോക്കിയാൽ മതി ഗൈസ്. അപ്പം അതുകൊണ്ട് ഇതൊരു പുതിയൊരു വേൾഡ്. ഫുഡൊക്കെ സെറ്റായി, കുറച്ചുകൂടെ മരം വേണം ഗൈസ്. നല്ല ഹാർഡ് കോറാണ് ഗൈസ്. ഹാർട്ടൊക്കെ ഗോൾഡിൻ്റെ വിലയാണ് ഗൈസ്. നമ്മൾ പോകാൻ പാടില്ല ഗൈസ്. നമ്മൾ പോയാൽ നമ്മുടെ ഇതേ വീർന്നു ഒരെണ്ണല്ല ഗൈസ്. നമ്മൾ റെഡ് പിന്നെ ഫോണാകാൻ പറ്റില്ല ഗൈസ്. ഗൈസ് എൻ്റെ വീട്ടിലെ പട്ടി എന്തൊക്കെയോ കുറേ നേരം കുരക്കണത്. ഞാൻ ആ മരം മൊത്തവും മുറിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് അതേ ഗൈസ് വേറൊരാടിനെ കിട്ടി. കൂടെ വേണം ഗൈസ്. രണ്ടെണ്ണം കിട്ടി ഗൈസ്. ഗൈസ് ഇന്ന് ലക്ക് ഉണ്ടല്ലോ ഗൈസ്. നമുക്ക് ബിരിയാണി നമുക്ക് നമ്മുടെ ബെഡങ്ങാട്ട് ക്രാഫ്റ്റ് ചെയ്താലോ. എൻ്റെ മോനെ ഗൈസ് ഏതാണ്ട് പാടില്ല. അതിനെയും തീർത്തു ഗൈസ്. കുറെ ഫുഡ് കിട്ടിട്ടാ, ഗൈസ്. ഇതൊരു നല്ല സ്ഥലമാണ്. നമ്മുടെ ക്രാഫ്റ്റ് ഒരെണ്ണം ഉണ്ടാകണം.
കുറച്ച് സ്റ്റിക്ക് ലെവൽ വെക്കുക. നമുക്ക് നമ്മുടെ ബേസിക് ടൂൾസ് ഉണ്ടാക്കാം. ഒരു സോഡ് അത്യാവശ്യമാണ് ഗൈസ്. പിന്നെ ഒരു ബെഡ് അതെന്തായാലും വേണം ഗൈസ്. എന്തായാലും സ്റ്റിക്ക് ഉണ്ടാക്കി. അയ്യോ ഗൈസ്, ഒരു ഷവൽ ഇപ്പോൾ സെറ്റ് ഗൈസ്. ഇനി നമുക്ക് സ്റ്റോണേജിലോട്ട് മാറാം. ഇതൊക്കെ ഞാൻ ഗൈസ് 3 കുറച്ച് മൈൻഡ് ചെയ്ത് പോകാം ഗൈസ്. ഗൈസ് നമുക്ക് കോള് എത്ര പെട്ടെന്ന് കണ്ടെടുക്കണം. പക്ഷേ ഇവിടെ കോളുള്ള സ്ഥിതിക്ക് ഗൈസ് കുറച്ച് ഇതിട്ട് ഞാൻ കത്തിച്ച് ചാർക്കോളാക്കണം. കുറച്ച് എടുത്ത് ഫർണേസ് ഒരു ഫർണേസ് ഉണ്ടാക്കി. ഫർണേസ് എടുത്ത് ഇവിടെ വെക്കണം. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഗൈസ് മറ്റേ എന്ത് ഗൈസ് രാത്രിയാകാറായി. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കണം. എന്നിട്ട് ഇത് ഇവിടെ വെച്ച് ഫർണേസിൽ ഇതും വെച്ച് അടിയിൽ ഇതും വെച്ചാൽ ഗൈസ് ചാർക്കോളായി. നമുക്കുണ്ടല്ല ഗൈസ് ഒരു ചെറിയൊരു സെറ്റപ്പ് കൂടെ ഉണ്ടാക്കണം. ഗൈസ് മൈൻഡ് ചെയ്ത ബ്ലോക്കൊക്കെ നോക്കി അങ്ങോട്ട് അടിക്കടിക്ക് വെച്ചല്ല ഗൈസ്. അങ്ങനെയാണെങ്കിൽ ആരും നമ്മുടെ ഇങ്ങോട്ട് വരില്ല എന്ന് മാത്രമല്ല നമുക്കിവിടെ ഒരു പ്രൊട്ടക്ഷനും ആകും. ഗൈസ് വീട്ടിൽ പട്ടി ഭയങ്കര കുറയാണ് ഗൈസ്, എന്താണെന്നറിയില്ല. അപ്പം അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഗൈസ് 3 ചാർക്കോളിറ്റി ഒരെണ്ണം അതെന്തായാലും ഫുഡ് മുഖ്യം. ഗൈസ് ഇതും വെച്ച് കൂടെ അങ്ങോട്ട് 1 2 ഞാൻ ഈ രാജ്യത്തോടെ ഇല്ലെങ്കിൽ അങ്ങോട്ട് വെച്ചിട്ട് അയ്യോ ഗൈസ് കണ്ണണവരുള്ള ഗൈസ്. എന്ത് എവിടെ ഗൈസ്? അയ്യോ ചാർക്കോള് ടോർച്ച് ഗൈസ് ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. അയ്യോ കണ്ണണവർ ഗൈസ് കിട്ടി 4 ടോർച്ച് ഞാൻ അങ്ങനെ ഉണ്ടാക്കി. ടോർച്ച് എടുത്ത് ഇവിടെ വെക്കണം. ഇപ്പോഴാണ് ഗൈസ് ഒരു സമാധാനമായത്. ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാർഡ് കോറാണ് ഗൈസ്. രാത്രി സ്പോണായി സ്പോണായി ഇങ്ങോട്ടെങ്ങാനും വന്നാൽ ഗൈസ് തീർന്ന് അറിയാലേ. ആകെ ഒരേ ഒരു ലൈഫ് ഉള്ളു ഗൈസ് നമുക്ക്. ഗൈസ് നമുക്കിപ്പോൾ അതിട്ട് കത്തിക്കേണ്ട വലിയ ആവശ്യം ഉണ്ടായിരുന്ന കോള് വേറെ തന്നെ കിടപ്പുണ്ടായി ഗൈസ്. ഞാൻ എന്ത് ചെയ്യാനാണ് ഗൈസ്? കോള് വേറെ തന്നെ കിടപ്പുണ്ടായി. എന്ത് കഷ്ടമാണ് ഗൈസ്. നമുക്കിന്ന് ബോട്ടിലൊക്കെ കിട്ടി, നല്ല വാട്ടിലൊക്കെ കിട്ടി ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്കിന്ന് എന്ത് ഡേ ആയിരുന്നു, ഗുഡ് ഡേ ആയിരുന്നു അല്ലെങ്കിൽ ബാഡ് ഡേ ആയിരുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 ഉണ്ടായി ഗൈസ്. കോള് മേളി എന്ത് ചെയ്യും ഗൈസ്. ഇത് പാർട്ട് ഫസ്റ്റ് ഇതാണ് കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് അടുത്തൊക്കെ ഞാൻ പതിയെ ഇടുന്നു. അടുത്ത പതിയെ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നമുക്ക് സബ് അത്യാവശ്യം വേണോട്ടോ ഗൈസ്. നമ്മളിപ്പോൾ ഏറ്റവും അല്ല കുറച്ച് താഴെയാണ് നിൽക്കണത്. നമുക്കിവിടെ ബെഡ് വെച്ചാലാ. നമ്മൾ തീരാറായി ഗൈസ്. നമുക്ക് ഇതും കൂടെ മൈൻഡ് ചെയ്ത് പൊട്ടോ ഗൈസ്. ഇത്
എനിക്കൊന്നും പൊട്ടോന്നാണ് ഗൈസ്. ഒരു കോളുണ്ട്. ആ അത് പൊട്ടില്ല. യാ ഗൈസ് ഇപ്പൊ സെറ്റ്. ഇനി നമുക്ക് നമ്മുടെ ബെഡ് എടുക്കുക. ബെഡ് എടുത്തത് ഗൈസ് ഇവിടെ വെച്ച് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യുക ഗൈസ്. റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടും കാര്യമില്ല ഗൈസ്. ഡെഡായാൽ പിന്നെ തീർന്നു ഗൈസ്, പറയണ്ടല്ലോ ഗൈസ്. ഇനി നമുക്ക് എന്താണ് ക്രാഫ്റ്റ് ചെയ്യേണ്ടത്? നമ്മുടെ സ്റ്റോൺ ഇത് ഗൈസ്, സ്റ്റോൺ പിക്കപ്സ് ക്രാഫ്റ്റ് ചെയ്യണം. ഇത് ഒരിത്, പിന്നെ ഒരു സോഡ് വേണം. ഇത് വേണം. നമുക്കൊരു സോഡാണ് ക്രാഫ്റ്റ് ചെയ്യാം. നല്ല ടോർച്ചും കൂടെ ക്രാഫ്റ്റ് ചെയ്യാം ഗൈസ്. എന്തായാലും ഉടമ്പര് ബാക്കി കുറച്ച് ചെയ്യാമല്ലോ. ഗൈസ് ആദ്യം തന്നെ ഇവിടെ ഒരു ടോർച്ച് വെക്കുന്നു. അടിയിലോട്ട് കുറച്ചാട് കഴിച്ചു പോകാൻ. കുറച്ചിപ്പോൾ ഗൈസ് നമുക്ക് കോർഡിനേറ്റ്സ് ഇടണം ഗൈസ്. ശരിയായില്ല, കോർഡിനേറ്റ്സ് ഇടണം. ഹാർഡ് കോറാണ് ഗൈസ്. കോർഡിനേറ്റ് ഷോഡേഴ്സ് പ്ലേഡ് വേറെ ഒന്നുമില്ലല്ലോ. യാ ഗൈസ് ഇത്ര ഉള്ളു, വേറെ ഒന്നുമില്ല. യാ ഗൈസ് നമ്മൾ കോർഡിനേറ്റ് ഇട്ട് എത്രാമത്തെ വഴി ലെവലിലാണ് നിൽക്കുന്നത്. ആ ഗൈസ് കോള് വേണമെങ്കിൽ ഇത് ഇവിടെ വന്ന് നമുക്ക് മെയിൻ ചെയ്യാം. ഇവിടെ ഒരു ടോർച്ച് വെച്ചാലാ ഹാർഡ് കോറിലെ ഓരോ ഇതും നമ്മൾ സൂക്ഷ്മമായി വേണം പോവുക. അല്ലെങ്കിൽ ചായ അടിയോട്ടിനെ കുറിച്ചോളാം. ഈ ലെവൽ 58 ഗൈസ്, 57 അടിയോട്ട് നമ്മൾ വിളിക്കുക. ഗൈസ് വീണ്ടും ഞാൻ ഫസ്റ്റത്തെ എപ്പിസോഡിൽ തന്നെ ഗൈസ് നമ്മൾ ബെഡ് ഉണ്ടാക്കി. പിന്നെ ഗൈസ് നമ്മുടെ മറ്റേ വേൾഡിൽ നമുക്കൊരു ക്രീപ്പർ ഫാമും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഫോർട്രസ് കണ്ടെടുക്കണം ഗൈസ്. ഫോർട്രസും ക്രീപ്പർ ഫാമും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് എൻ്റർ ഡ്രാഗൺ അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ ഞാൻ കമൻറ്റ് ചെയ്തു തീർത്തതിന് നമുക്ക് ബാക്കിയുള്ള വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തു. നമുക്ക് അടിയിലോട്ട് മെയിൻ ചെയ്ത് പോകണം ഗൈസ്. വൈ ലെവൽ 46 ഗൈസ്, 46 ഫ്ലൈറ്റിൻ്റെയൊക്കെ ലെവൽ എത്തുമ്പോഴത്തേക്കും -6 അടിയിലോട്ട് തന്നെ അടുത്ത ഗ്രാനൈറ്റ് അല്ലേ ഇപ്പോൾ ഡയറക്റ്റ് അടിയിലോട്ട് രാവിലെ ആകുമ്പോൾ നമുക്ക് രാവിലെ രാത്രിയാണോ അല്ലെങ്കിൽ മറ്റേ ഫാൻഡം ആ സാധനം മേളിൽ നിന്ന് നമ്മൾ നൈസായിട്ട് തീർത്തോളാം ഗൈസ്. രാത്രിയായിരുന്നു നമ്മൾ ഇത്ര നേരം മൈനിങ് ആയിരുന്നു. ബേസ് നോക്കിയല്ലേ, അത് വേണം കുറച്ചും കൂടെ പോയി നമുക്ക് അടിയിലോട്ടാണ് വെള്ളം കുടിച്ചു പോകാം ഗൈസ്. ഒരു ഡേ നമ്മളങ്ങനെ സക്സസ്ഫുള്ളി ഗൈസ് അയം കിട്ടി. ഒരു ഡേ ഗൈസ് സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ലാസ്റ്റ് കോഴ്സ്. അതും പറ്റി ഫൈനലി അയം കിട്ടി. എന്ത് കഷ്ടമാണ് ഗൈസ്. ഒരേ ഒരു അയം ഉണ്ടായുള്ളൂ ഗൈസ്, ഒരേ ഒരു അയം.
എന്ത് ചെയ്യാം? അടിയിലോട്ട് തന്നെ ഓ നോ ശരിക്കും നോക്കില്ല. നമുക്ക് എല്ലാം പൊട്ടിച്ചെടുത്ത് നമുക്ക് നേരെ സ്ഥലം വിടാം. പെട്ടെന്ന് തന്നെ ടോർച്ച് പൊട്ടിച്ചോ. ലൈറ്റ് ലെവലില്ലാത്തതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ കയറി വരും കൈ. അതുകൊണ്ട് പണിയാ. മേലോട്ട് പോകണം. എല്ലാ കാര്യം നെതറിലൊക്കെ പോണ സമയത്ത് നമ്മ അന്നത്തെ പോലെ മറ്റേ സ്ഥലത്തോട്ട് ചെന്ന് കയറിയ പണി പാളും കൈ. ബെഡും കയ്യിൽ നിന്ന് പൊട്ടിച്ചേക്കാം. പിന്നെ ഇതും പൊട്ടിച്ചേക്കാം. ഗൈസ് എനിക്കറിയില്ല കേട്ടോ ഗൈസ്, നമ്മളത് കംപ്ലീറ്റ് ചെയ്യോ ഇല്ലെന്ന് എനിക്കറിയില്ല. നമുക്ക് മാക്സിമം നോക്കാം ഗൈസ്, നമുക്ക് നോക്കാം. ഓൾ വിൽ പെർഫെക്റ്റ് ഗൈസ്. നമുക്ക് സൈഡുകളെ പ്രിപ്പർ ഒന്ന് പൊട്ടി തെറിക്കും. ഇല്ല ഗൈസ്, നമുക്ക് പെട്ടെന്ന് തന്നെ സ്ഥലം വിടാം ഗൈസ്. വെറുതെ അങ്ങ് പോകണോ? ഗൈസ് അവനെ തീർത്ത് അടുത്തത് നീ ഒരേ ഒരു കുറ്റവാളികളാണ്. ഗൈസ് അവൻ 2 എണ്ണം ഡ്രോപ്പ് ചെയ്തു ഗൈസ്. ചിക്കൻ അതിനെ തീർത്ത് ഗൈസ്. ഫുഡ് അത്യാവശ്യം വേണം. ഫുഡ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല ഗൈസ്. കുറവുണ്ടല്ലോ ഗൈസ്. കോളടിച്ചു ഗൈസ്. ഇന്നും നമുക്ക് രണ്ടും കൂടെ വന്നിടയാണ് ഗൈസ് ഇന്ന്. മോനെ ഈ ഏരിയ മൊത്തം നമ്മൾ ക്ലിയർ ചെയ്തല്ലേ. പിന്നെ ആരെങ്കിലും ഇനി 1 more ഇല്ല ഗൈസ്, എല്ലാം ഞാൻ കയറ്റുന്നതാണ്. നമുക്കിനി ഗൈസ് ഉടനെ അവിടെ വിളിച്ചത് വെരി ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഗൈസ്. നമുക്കത് അടിയിലോട്ട് ഗൈസ് നമ്മൾ ഇവിടെ എത്തി. 2 കൂട്ടം നിൽക്കുന്നു. അതിനകത്ത് ഓ നോ, നീ എങ്ങോട്ടാണ് ഓടി പോകുന്നത്? അവനെയും തീർത്ത്. ഇന്ന് ഇവിടെ ഇമ്പോർട്ടൻറ്റ് നമുക്ക് പച്ചക്കറി ഷുഗർ കെയിൻ എന്തായാലും വേണം ഗൈസ്. ഇതിലല്ല, ഷുഗർ കെയിൻ വേണം. ഷുഗർ കെയിൻ മാക്സിമം കൊടുക്കാവുന്ന അത്ര എടുക്കുക. ഗൈസ് എടുത്തു ഗൈസ്. നിങ്ങളുടെ ലൈക്കും സപ്പോർട്ട് ഉണ്ടാക്കി മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഗൈസ് നമ്മൾ വീണ്ടും നമ്മൾ അതിനെ കൊന്നു. നമുക്ക് ഒരു പന്നിയൊക്കെ ഉണ്ട്. പന്നിയെ നൈസായിട്ട് തീർക്കാം. അതും ഡ്രോപ്പ് ചെയ്ത് ഇനി നമുക്ക് അങ്ങോട്ട് ആ ഒരു ദിശയിലേക്ക് നമുക്ക് പോയാലോ ഗൈസ്. ഓ നോ ഗൈസ്, ഹാഫ് നമ്മൾ ഇറങ്ങണോ ഗൈസ്? എനിക്ക് പേടിയാണ്. എനിക്ക് ഇറങ്ങണ്ട, എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങണ്ട ഗൈസ്. നോ 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 നോ. ഇവൻ എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ ഒരു പേടി പോയി. എനിക്ക് നേരെ സ്ഥലം വിടാം. അങ്ങനെയും തീർത്ത്
ഷീപ്പിന്റെ മേളം ലെവലൊക്കെ മിസ്സാണെന്തിനാണ് ഗൈസ്. എന്തായാലും നീ വന്നല്ലേ. ഓടല് കിട്ടി ഗൈസ്. 2 കൂട്ടം രക്ഷപ്പെട്ട് നീയൊക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ പോകണം ഗൈസ്. നേരെ തന്നെ പോകണം ഗൈസ്. ഇവിടെ വല്ല വില്ലേജ് കിട്ടണമെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഗൈസ്. പിന്നെയും കുഴപ്പമില്ല ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അയൺ ഗോളം അണ്ണനുണ്ട് ഗൈസ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഇവിടെ ആരുമില്ല ഗൈസ്. ഇവിടെ നമ്മളെ തന്നെ നോക്കാം. ശരിയാവൂല ഗൈസ്. ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടില്ല. അതില്ല ഗൈസ്. നമുക്ക് ഇറങ്ങി തിരിഞ്ഞ് നമ്മുടെ സ്ഥലത്തോട്ട് തന്നെ വന്നു ഗൈസ്. അവിടെ ഒരു കേവ് ഉണ്ട്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യണോ ഗൈസ്? ഇത് കേവല്ല ഗൈസ്. നമുക്ക് ഇറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ എത്തി. നമുക്ക് അങ്ങോട്ടാണ് ഗൈസ് പോകേണ്ടത്. നമ്മൾ ഇറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട്. ഇതൊക്കെ നമ്മൾ വന്ന സ്ഥലമാണ് ഗൈസ്. എന്ത് ചെയ്യാൻ ഗൈസ്? ഇത് കുതിരല്ലേ? കുതിരയെ ചടിക്കോ? ഞാൻ പോണു. ഓടിപ്പോണ്. നമ്മുടെ ഹാർഡ് കോർ നമുക്ക് എല്ലാ ഐറ്റംസും എല്ലാം നമുക്ക് വേണം ഗൈസ്. ഡയമണ്ട് ആർമർ നെതറൈറ്റ് മൈനിങ് ഒക്കെ നമുക്ക് പോകണം ഗൈസ്. എന്നാലേ അറിയാലോ ഗൈസ്. ഞാൻ പറയാൻ നമുക്ക് എന്തുണ്ട് അങ്ങനെയൊക്കെ എല്ലാം ഒരു പറ്റും. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ അയൺ ആർമർ ഇട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഗൈസ് നമ്മളാ എൻഡർ ഡ്രാഗൺ നമ്മളെ എൻഡർമാനല്ല ഗൈസ്, എൻഡർ ഡ്രാഗൺ. മര്യാദ പക്ഷേ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഗൈസ്. ഞാനും ഒരാഴ്ച വന്നിട്ടുണ്ട്. അതുപോലെ കാര്യം ഒരു കേവ് ഇറങ്ങി നോക്കിയാലോ. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ ഗൈസ്. നമ്മൾ പൊട്ടിച്ച സാധനമാണോ ഇവിടെ ഒഴുകണത്? നമുക്കൊന്ന് ഇറങ്ങി നോക്കാട്ടോ. ഓ ഗൈസ്. ഇതെന്താണ് ഗൈസ് ഇത്? ഗൈസ് നമുക്ക് ഈ കേവിൽ കയറണോ വേണ്ടേന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. കേവിൽ കയറണോ വേണ്ടേന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും ഗൈസ്. രാത്രിയാകാറായി. ഞാൻ എന്തായാലും വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അതിൻ്റെ പേരാണ് ഗൈസ്. ഇവിടെ ഇവിടെ വെച്ച് ഞാൻ അതിൻ്റെ പേരാണ് ഗൈസ്. പിന്നെ ഒരു ടോർച്ച് കൊടുത്ത് ഇവിടെയും കുത്തി. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ പേരാണ്. അടുത്ത വീഡിയോ വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നല്ല, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ ഷെയർ ചെയ്യുക ഗൈസ്. എന്തൊക്കെ ഒരു ഒച്ച ഞാൻ കേട്ടു. പിന്നെ എന്താണ് ഗൈസ്, സബ് ചെയ്യുക ഗൈസ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്.